നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ നമ്മുടെ 2.1 ആംപ്ലിഫയറിൻ്റെ അപ്ഗ്രേഡ് ചെയ്യുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ റീസെൻ്റായിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു ആംപ്ലിഫയർ നമ്മൾ ഒരു പബ്ലിക് അഡ്രസ് സ്പീക്കറിൽ, അതായത് ഒരു സ്ക്വയർ ബോക്സിൽ, 2 സ്ക്വയർ ബോക്സിൽ കണക്ട് ചെയ്ത് നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ആംബ് ചെയ്തപ്പോൾ തന്നെ നമ്മളതിൻ്റെ ഫസ്റ്റ് റിവ്യൂ ഇട്ടപ്പം ആ വീഡിയോ കണ്ടവർക്ക് നമ്മൾ ആ ഒരു വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്ലാൻ ചെയ്ത പോലെയല്ല ആക്ച്വലി ആംബ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളിതിന് വേണ്ടിയിട്ട് ഒരു സബ്ബും ഒരു സ്റ്റീരിയോ എന്നുള്ള രീതിയിൽ തന്നെ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എങ്കിലും സബ്ബ് വാട്ട്സ് വളരെ കുറഞ്ഞു പോയി, സൈഡ് ചാനൽ വാട്ട്സ് കൂടുതലാണ് വന്നത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മഹാരാജയുടെ ഒരു മോണോ ബോർഡ് സബ്ബിന് വേണ്ടിയിട്ടും ഒരു 4 ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ ഒരു 4-8 ട്രാൻസിസ്റ്റർ വരുന്ന രീതിയിൽ 2 മോണോ ബോർഡ് വെച്ചിട്ട് സ്റ്റീരിയോയ്ക്കും ഒരു 100 അല്ലെങ്കിൽ ഒരു 150 വാട്ട്സ് എന്നുള്ള രീതിയായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ ലാസ്റ്റ് ആംബ് ചെയ്തു വരുന്ന സമയത്ത് നമ്മൾ പ്ലാൻ മൊത്തത്തിൽ ചേഞ്ച് ചെയ്തിട്ട്, കാരണം മഹാരാജയുടെ ബോർഡിൻ്റെ വർക്കിംഗ് കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ സ്റ്റീരിയോയ്ക്ക് ഈ പറയുന്ന സബിൻ്റെ സെക്ഷൻ ഉപയോഗിച്ചു. അതായത് ഒരു മോണോ ബോർഡ് ഉപയോഗിക്കുന്നിടത്ത് 2 മോണോ ബോർഡ് ഉപയോഗിച്ച് അതങ്ങ് സ്റ്റീരിയോ ആക്കുകയും, പിന്നെ നമ്മൾ സ്റ്റീരിയോയ്ക്ക് വേണ്ടിയിട്ട് വെച്ചിരുന്ന ഒരു 27-8 ആംബിയർ ടാപ്പിംഗ് ഉണ്ടായിരുന്നു. അത് നമ്മൾ സബിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടവർ ബോക്സ് ഇതാണ്. അപ്പോൾ നമുക്ക് നല്ല വർക്കിംഗ് ഉണ്ട്. അപ്പോൾ നല്ല വർക്കിംഗ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സബ് ചെറിയൊരു സബ്ബാണ്. നമ്മളിത് അപ്ഗ്രേഡ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. ഒരു 12 ഇഞ്ച് നല്ലൊരു സബ് വാങ്ങണമെന്നൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷേ എങ്കിലും നമുക്ക് ഇത്രയും വലിയ ഡ്രൈവേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു സബ് നല്ല വർക്കിംഗ് ഉണ്ടാവില്ല എന്ന് നമുക്ക് അറിയാം. കാരണം നല്ല വർക്കിംഗ് നമുക്ക് ടവറിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നീട് വിചാരിച്ചപ്പോൾ നമുക്ക് സബ് ഒഴിവാക്കിയിട്ട് നമുക്ക് സ്റ്റീരിയോ സെക്ഷനിൽ ഒന്നും കൂടെ ഒന്ന് ആംബിയർ കൂട്ടി നമുക്ക് ബാക്കിൽ നമുക്ക് മിക്സറൊക്കെ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള സോക്കറ്റും ഫോണോ സോക്കറ്റും കൂടെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫംഗ്ഷനും കൊണ്ടുപോകാം, സ്റ്റീരിയോയ്ക്ക് നല്ല പവറും കിട്ടും, സബിൻ്റെ ആവശ്യമേ വരുന്നില്ല. കാരണം സ്വീറ്റ് ആൻഡ് ഊഫറിൽ നല്ല ഇടിയാണ്, നമുക്ക് നല്ല ബേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് എനിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ബേസ് നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സബ് കോമഡി ആയിപ്പോയി, നമുക്കൊരു പാളിച്ച പറ്റിയത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിനകത്ത് നിന്ന് കംപ്ലീറ്റ് സാധനം മാറ്റി ഇതിൻ്റെ ട്രാൻസ്ഫോമർ മാറ്റുകയാണ്. ഇതിൽ നമ്മൾ ഇട്ടേക്കുന്നത് 42042 15 ആംബിയർ മാത്രമാണ് 2 മഹാരാജയുടെ മോണോ ബോർഡിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ, സബിൻ്റെ സെക്ഷൻ, സ്റ്റീരിയോ സെക്ഷൻ, ട്രാൻസ്ഫോമർ, ഇത്ര ഐറ്റംസാണ് നമുക്ക് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് സബിൻ്റെ സെക്ഷന് വേണ്ടിയിട്ട് 42042 15 ആംബിയറാണ് ചെയ്തേക്കുന്നത്. ആ ഒരു സപ്ലൈയിൽ നമുക്ക് ഈ മഹാരാജയുടെ ഒരു ബോർഡ് പക്ക അതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. കാരണം നമുക്കിവിടെ പ്രൈമറി കൂടുതലായതുകൊണ്ട് 42 ഇട്ടല്ലെങ്കിൽ നമുക്കൊരു 16 വോൾട്ട് നമുക്ക് DC വരുന്നുണ്ട്. ഇത് നമുക്ക് 70-75 വോൾട്ട് വരെയാണ് കമ്പനി പറയുന്നത് ഇതിലേക്ക് കണക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിതിൽ 45045 25 ആംബിയറിൽ ഒരു ടൊറൽ ട്രാൻസ്ഫോമർ അടിച്ചിട്ട് നമ്മൾ സെൻറ്ററിൽ വെച്ച് സ്റ്റീരിയോ മാത്രമാക്കി മാറ്റുകയാണ്. സബിൻ്റെ ഫിൽറ്റർ ഇവിടെ ഇടും, നമ്മൾ ബാക്കിലൊരു സ്വിച്ച് ഇടും. ഈ ആംബ് ഇൻ കേസ് നമുക്ക് സബ്ബായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ 2 ചാനലും സബ്ബായിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിലേക്ക് മാറ്റുകയാണ്. അല്ലാതെ സബിൻ്റെ സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുകയാണ്. ഈ ഒരു ബോർഡൊക്കെ നമ്മൾ ഇതിനകത്തുനിന്ന് മാറ്റുകയാണ്, പ്യുവർ സ്റ്റീരിയോ ആയിട്ട് തന്നെ. കാരണം എൻ്റെ ഒരു പാട്ട് കേൾക്കുന്ന ഒരു രീതി അനുസരിച്ച് എനിക്ക് സബിൻ്റെ ആവശ്യം വരുന്നില്ല, നല്ല വർക്കിംഗ് നമുക്ക് ഇതിന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് അടിപൊളിയായിട്ടുള്ള വർക്കിംഗ് കിട്ടും. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. ഇത് അത്യാവശ്യം ലെങ്തി ആയി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ പാർട്ട് ബൈ പാർട്ടായിട്ടായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു പാർട്ടിൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഡീഅസംബ്ലിങ് ആണ്. ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഒന്നും നമ്മൾ ആക്ച്വലി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഡീഅസംബിൾ ചെയ്യാം. ഇതിനകത്തുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഒഴിവാക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ട്രാൻസ്ഫോമർ നമുക്ക് എത്ര ഹൈറ്റ് വരും എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ട് ഇതിൻ്റെ ബോർഡിൻ്റെ കാര്യങ്ങളൊക്കെ അറേഞ്ചൊക്കെ ചെയ്യാം. നമുക്ക് ആംബിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കാം. ഏകദേശം 18-19 കിലോ അടുത്ത് നമുക്ക് ഇപ്പോൾ നിലവിൽ ആംബിൻ്റെ ഭാരം നമുക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് പാനൽ നമുക്കൊന്ന് മാറണം. നമുക്ക് ഈ ഒരു ടൈപ്പ് RCA സോക്കറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഫംഗ്ഷനെ കൊണ്ടുപോകണം, നമുക്ക് മിക്സറൊക്കെ കണക്ട് ചെയ്യാൻ പാടായിരിക്കും. അതുകൊണ്ട് ഫോണോ സോക്കറ്റുകൾ നമുക്ക് ഇടേണ്ടി വരും. ഈ ലെഫ്റ്റ് റൈറ്റും ഓക്സ് ഇൻപുട്ടിൻ്റെ അവിടെ നമുക്ക് ഫോണോ സോക്കറ്റ് നമുക്ക് ഇവിടെയായിട്ട് ഇടേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ ഒരു പാനലൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റേണ്ടി വരും. അല്ലെങ്കിൽ ഈ ഒരു പാനലിൽ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് സബ് എന്നുള്ള ഭാഗത്തായിട്ട് നമുക്ക് അത് ഫോണോ ഇൻപുട്ട് അല്ലെങ്കിൽ ഫോണോ ഔട്ട്പുട്ട് നമുക്ക് ഇടേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രീ ഔട്ടിൻ്റെ കണക്ഷനൊക്കെ മാറ്റുക, അല്ലെങ്കിൽ എക്സ്ട്രാ സോക്കറ്റ് നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും നമുക്ക് ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം. ഈ ഒരു ട്രാൻസ്ഫോമറൊക്കെ മാറ്റി എല്ലാം നമുക്ക് ഡീഅസംബിൾ ചെയ്ത് മാറ്റാം.
അങ്ങനെ നമ്മുടെ ഡീഅസംബ്ലിംഗ് പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി റീവർക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തുടങ്ങുന്നത് നമ്മുടെ LED ഔട്ട്പുട്ട് ലെവൽ ഇൻഡിക്കേറ്ററിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു LED അറേഞ്ച്മെൻറ്റ് ആദ്യമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ പിന്നീട് പേഴ്സണലി എനിക്ക് അത്ര അങ്ങോട്ട് രസമായിട്ട് തോന്നുന്നില്ല. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ പണി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ ഈ ഒരു LED അറേഞ്ച്മെൻറ്റ് ഞാനൊന്ന് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരുന്ന സോക്കറ്റൊക്കെ നോർമലി അതിനകത്ത് വന്നിരുന്ന 3.5 mm സോക്കറ്റായിരുന്നു. അപ്പോൾ LED ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് ഈ ഒരു രീതിയിലാക്കി. പക്ഷേ അതും എനിക്ക് അത്ര അങ്ങോട്ട് പേഴ്സണലി ഇഷ്ടപ്പെടാത്തതുകൊണ്ട് സ്ക്വയർ ടൈപ്പ് LED ഞാൻ ഓൺലൈനിലായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിച്ച് നമ്മൾ ഇതിലേക്ക് അറേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വ്യൂ മീറ്റർ, അതായത് ഈ ഒരു ഔട്ട്പുട്ടിലുള്ള ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അതിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് പ്രോഡക്റ്റ് അവൈലബിൾ ആണെന്ന് എനിക്കറിയില്ല, അപ്പം ചെക്കൗട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു LED ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ചിലർക്ക് ഈ ഒരു ടൈപ്പ് LED ആവശ്യമുണ്ടായിരിക്കും. അപ്പോൾ LED എല്ലാം നമ്മൾ സോൾഡർ ചെയ്യാറുണ്ട്. കുറച്ച് ടാസ്ക് ആയിരുന്നു, കാരണം ഇത് ഡബിൾ സൈഡ് PCB ആയതുകൊണ്ട് തന്നെ അതിനകത്തേക്ക് ഡീസോൾഡർ ചെയ്ത് വീണ്ടും സോൾഡർ ചെയ്യുക എന്നുള്ളത് അത്യാവശ്യം ടാസ്ക് ആയിരുന്നു. അപ്പം ഏകദേശം നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പം ചിലപ്പം പലർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ എനിക്ക് പേഴ്സണലി അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ഈ ഒരു ആംപ്ലിഫയറിൽ ഇത് വന്നപ്പോൾ അത്യാവശ്യം ഒരു പ്രൊഫഷണൽ ലുക്ക് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അപ്പോൾ ഇത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരു ആംപ്ലിഫയർ ആയതുകൊണ്ട് തന്നെ എനിക്കിത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഈ രീതി ചെയ്യുന്നു. അതുപോലെ നമ്മൾ ഈ ഒരു ആംപ്ലിഫയറിൽ വീണ്ടും ഇനി റീവർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കണക്റ്റേഴ്സ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. RMC ടൈപ്പ് കണക്റ്റേഴ്സ് ആയിരിക്കും കൂടുതൽ നമ്മളിതിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർവീസൊക്കെ വളരെ ഈസി ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു വ്യൂ മീറ്റർ അല്ലെങ്കിൽ ഈ ഒരു ഔട്ട്പുട്ട് ഇൻഡിക്കേറ്റർ നമുക്ക് ഇളക്കി വീണ്ടും ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും ഈ ടൈപ്പ് കണക്റ്റേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ. അപ്പം 5 വോൾട്ട് ഇൻപുട്ടും അതേപോലെ തന്നെ ഓഡിയോ ഇൻപുട്ടും കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ കണക്റ്റേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ വ്യൂ മീറ്ററിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടുത്ത എപ്പിസോഡ് എന്നുള്ള രീതിയിൽ ചെയ്യുന്നത് ട്രാൻസ്ഫോമറിൻ്റെ അൺബോക്സിംഗ് ആയിരിക്കും. നമ്മൾ ഇന്ത്യൻ എക്സ്ട്രീം ഓഡിയോസിൽ നിന്നായിരിക്കും നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോമർ ഓർഡർ ചെയ്യുക. ടൊറോയിഡ് ട്രാൻസ്ഫോമറാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. 45 25 ആംപിയറിലായിരിക്കും ട്രാൻസ്ഫോമർ ചെയ്യിക്കുക. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോമറിൻ്റെ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.